യു പ്രതിഭ MLA ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കുക. ആ നിലയിലേക്ക് വളരെ ഒരു വേട്ടയാണ് MLAക്കെതിരായി, അത് പാർട്ടിക്കെതിരായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന രൂപത്തിൽ, CPMന്റെ പ്രതിനിധി എന്ന രൂപത്തിൽ MLA വേട്ടയാടുന്ന സമീപനമാണ് അക്കാര്യത്തിലുണ്ടായത്. കായംകുളം നഗരസഭാ ഭരണവുമായി ബന്ധപ്പെടുത്തി മുനിസിപ്പൽ ഭരണത്തിനെതിരെ തുടർച്ചയായ വേട്ടയാടം നടത്തിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, കായംകുളം നഗരസഭയിൽ എത്ര നല്ല രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. കായംകുളം ഗവൺമെന്റ് ആശുപത്രിയുടെ വികസനത്തിന്റെ നിങ്ങളിൽ പലർക്കും അറിയുന്നതാണല്ലോ. പക്ഷെ അതാണോ നമ്മുടെ നാട്ടിൽ വാർത്തയാക്കാൻ ശ്രമിക്കുന്നത്? ഇത് ഒരു തുടർച്ചയായ പ്രക്രിയയായിട്ട് ഞങ്ങൾക്ക് തോന്നുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, ദേശീയപാത വിഷയത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് ഞാൻ വീണ്ടും പറയല്ല. യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ ആ പ്രശ്നത്തെ ഏത് തലത്തിലാണ് നിലവിലെ MLAക്കും നേരത്തെ ഉണ്ടായിരുന്ന MP-ക്കും നേരത്തെ നിലവിലുള്ള മുനിസിപ്പൽ കൗൺസിലിനും എതിരായ രൂപത്തിലേക്ക് അത് വാർത്തയാക്കാൻ ശ്രമിക്കുന്നു. വസ്തുത എന്ത്, യാഥാർത്ഥ്യം എന്ത് എന്നുള്ളിടത്തുനിന്ന് അത് മാറ്റി വേറെ തലത്തിലേക്ക് അത് മാറ്റാനാണ് പരിശ്രമിക്കുന്നത്. അതുപോലെ CPM വിട്ട് കൂട്ടത്തോടു കൂടിയ ആളുകൾ, ഇന്നലെ നിങ്ങൾ എടുത്ത 58 പേര്. ഞാൻ ചോദിക്കുന്നു, നമ്മുടെ മാധ്യമങ്ങൾ ഇതുവരെ പരിശോധിക്കുന്നു. എന്തിനാണ് നിങ്ങളിങ്ങനെ വാർത്ത? എന്തുദ്ദേശത്തിലാണ് നിങ്ങൾ? എന്തുദ്ദേശത്തിലാണ്? ഞങ്ങൾ അന്വേഷിച്ചു ഈ 58 എവിടെ നിന്നാണ്? ഞങ്ങൾ ഈ മണ്ഡലം മുഴുവൻ അന്വേഷിക്കുക, ഏരിയ മുഴുവൻ അന്വേഷിക്കുക.